ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നോയമ്പ് കാലമല്ലേ, അപ്പം നമുക്ക് മീനും ഇറച്ചിയൊന്നും കൂട്ടാത്ത സമയങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയല്ല, മുഴുവൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിനി അടുത്ത് ഇടാനുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനൊരു 10-30 ചെറിയുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊളിക്കാൻ മടിയായതുകൊണ്ട് അത്രയേ പൊളിച്ചുള്ളൂ. സവാള എടുക്കരുത്, ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ. കൂടുതൽ ഉള്ളി പൊളിക്കാൻ പറ്റുന്നവർ കൂടുതൽ പൊളിച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊരു 10-30 ഉള്ളിയേ ഉള്ളൂ പൊളിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയ കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഒന്ന് വാടി വരട്ടെ. വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അങ്ങനൊരു 4 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒത്തിരി കുറച്ച് വെച്ചിട്ടോ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതുകൊണ്ട് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടിക്ക് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കരിഞ്ഞു പോകരുത് കേട്ടോ. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്നും കൂടെ ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇനി നമുക്കൊരു പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം നമുക്കെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും വെള്ളം പോരാ കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് കുറുകിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം തിളച്ചതിൽ അരപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഒരു തുണ്ട് ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി ഒരു നേരം പെട്ടെന്ന് തന്നെ തീർന്ന ഒരു കറിയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. എന്നാൽ വലിയ ചിലവുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. തിള വരുന്നുണ്ട്. നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കഷ്ണം ശർക്കര കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ.
ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാലറിയാമല്ലോ, അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.